let G be any group and let small a element of G, then prove that phi a from G to G defined by phi of ax is equal to phi a fixed ആണ് phi ax is equal to ax a inverse is an automorphism. ജിയിൽ നിന്ന് ജിയിലായതുകൊണ്ട് ഐസോമോർഫിസം അല്ലെ, ജിയിൽ നിന്ന് ജിയിലേക്കുള്ള ഐസോമോർഫിസത്തിനെയാണ് ഓട്ടോമോർഫിസംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതൊരു ഓട്ടോമോർഫിസം എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ഇതൊരു ഓട്ടോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ഇതൊരു ഓട്ടോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ആദ്യം എന്ത് പറയണം? 1 1 എന്ന് പറയണം അല്ലെ. അപ്പോ 1 1 പറയാൻ വേണ്ടിയിട്ട് സപ്പോസ് എന്ത് അസ്യൂം ചെയ്യണം? phi ax is equal to phi ay. Phi ax is equal to phi ay എന്ന് അസ്യൂം ചെയ്താൽ what is phi ax? ax a inverse. What is phi ay? ay a inverse. നമുക്കിവിടെ ലെഫ്റ്റ് ക്യാൻസലേഷനും റൈറ്റ് ക്യാൻസലേഷനും യൂസ് ചെയ്താൽ പിന്നെ എന്ത് മാത്രമേ അവശേഷിക്കുള്ളൂ? യൂസിങ് ലെഫ്റ്റ് ക്യാൻസലേഷൻ law ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ law. അപ്പോൾ എന്തായി? thus phi a is 1 1. so phi a 1 1 ആയി അല്ലേ. എഴുതിക്കും G be a group a element of G, then prove that phi a from G to G defined by phi ax is equal to ax a inverse is an isomorphism. ഇതൊരു ഐസോമോർഫിസം ആണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസോമോർഫിസം ആണ്. ഇതിനെ നമ്മൾ ഇന്നർ ഓട്ടോമോർഫിസം എന്ന് വിളിക്കും. ഇത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോമോർഫിസം ആണ്. ജിയിൽ നിന്ന് ജിയിലേക്കുള്ള ഐസോമോർഫിസം അല്ല, അപ്പൊ ഓട്ടോമോർഫിസം ആണ്. അപ്പോ ഈ ഫംഗ്ഷൻ phi a എന്ന ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി phi a എന്ന ഫംഗ്ഷൻ 1 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ആർബിട്രറി എലമെന്റ് എടുക്കുക. അപ്പോ ലെറ്റ് ഒരു ആർബിട്രറി എലമെന്റ് ഇവിടെ നിന്ന് ജിയിൽ നിന്ന് എടുക്കുക അല്ലെ. അപ്പോ ലെറ്റ് ഒരു ആർബിട്രറി എലമെന്റ് എക്സ് എടുക്കും, അല്ലെങ്കിൽ എക്സ് ഇരുന്നോട്ടല്ലേ, എക്സ് എലമെന്റ് ഓ ഇരുന്നോട്ടെ, സൗകര്യം എടുത്തോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. y element of G arbitrary. ഇതല്ലേ G, ഇതല്ലേ G, ഇതിന് G, ജിയിൽ നിന്ന് ജിയിലോട്ട് phi a എന്ന ഫംഗ്ഷൻ അല്ലെ, phi എന്നൊരു ഫിക്സഡ് ഫംഗ്ഷൻ. ഇത് ഇവിടെ നിന്നൊരു y എടുക്കുന്നു, ഇവിടെ ഒരു y ഉണ്ട് അല്ലെ. അപ്പൊ ആ y നൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. y ജിയിലെ എലമെന്റ് ആണെങ്കിൽ a എവിടത്തെ എലമെന്റ് ആണ്? a ഫിക്സഡ് എലമെന്റ് ആണ്, ജിയിലൊരു ഫിക്സഡ് എലമെന്റ് ആണ് അല്ലെ. a എന്ന് വെച്ചാൽ ജിയിലൊരു ഫിക്സഡ് എലമെന്റ് ആണ്. a എന്ന് വെച്ചാൽ ജിയിലൊരു ഫിക്സഡ് എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ a ഇൻവേഴ്സ് അല്ലെ, നമ്മൾ എങ്ങനെ പറഞ്ഞ് ax a ഇൻവേഴ്സ് അല്ലേ. അപ്പോ a ഇൻവേഴ്സ് y a അതും ജിയിൽ എലമെന്റ് ആയിരിക്കുമല്ലോ. എന്തുകൊണ്ടാ? a ജിയിൽ എലമെന്റ് ആണെങ്കിൽ a ഇൻവേഴ്സ് ജിയിൽ എലമെന്റ് ആണ്. a ഇൻവേഴ്സിനെയും y നെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനവും ജിയിൽ എലമെന്റ് ആണ്, ബൈനറി ആണ്. വീണ്ടും അതിനെ a ഇൻവേഴ്സ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ, മൂന്നാമത്തെ എലമെന്റ് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വീണ്ടും a ഇൻവേഴ്സ് y നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും ജിയിലാവും, കാരണം ജി ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇതുണ്ടായേ പറ്റും. നൗ what is phi a of a inverse y a? What is phi a of a inverse y a? phi a of x എന്താ? ax a inverse അല്ലേ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? a ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കാം? a inverse y a ഇൻറ്റു a inverse ഇതല്ലേ. ഇനി റൈറ്റ് സൈഡ് അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്താലോ? a ഇൻവേഴ്സ് അല്ലെ. റൈറ്റ് സൈഡ് അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്താൽ a ഇൻവേഴ്സ് y a ഇൻവേഴ്സ് ശരിയാണോ? യൂസിങ് അസോസിയേറ്റിവിറ്റി. യൂസിങ് അസോസിയേറ്റിവിറ്റി a ഇൻവേഴ്സ് ഐഡന്റിറ്റി എലമെന്റ് അല്ലേ. ഐഡന്റിറ്റി എലമെന്റ് ഇൻറ്റു equal to identity element into y into identity element.
ഈക്വൽ ടു വൈ അല്ലേ. അപ്പോൾ ഫൈവ് എ ഇൻവേഴ്സ് വൈ എ ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിയല്ലോ. അപ്പൊ ഏതോ ഒരു വൈ ജിയിൽ നിന്ന് എടുത്തപ്പോ ഏതോ ഒരു വൈ ഇവിടെ കോഡൊമൈൻ ജിയിൽ നിന്ന് എടുത്തപ്പോ അതിനൊരു പ്രീ ഇമേജ് എവിടെ കിട്ടി? ഡൊമൈനിൽ കിട്ടി. ദസ് phi a is on to phi a ഒരു on to ഫംഗ്ഷൻ ആയി, phi a on 1 ആയി, phi a on 2 ആയി. ഇനി phi a എന്താവണം അല്ലെ? for all y in ഏതോ ഒരു y ആർബിട്രറി സെറ്റിൽ നിന്ന് എടുത്ത ആർബിട്രറി എലമെന്റ് കോഡൊമൈൻ സെറ്റിൽ നിന്ന് എടുത്തപ്പോ അതിനൊരു പ്രീ ഇമേജ് എ ഇൻവേഴ്സ് വൈ എ എവിടെ ഉണ്ടെന്ന് കിട്ടി? ഡൊമൈനിലുണ്ടെന്ന് കിട്ടി. അതുകൊണ്ട് എ ഇൻവേഴ്സ് വൈ എയുടെ ഇമേജ് വൈ ആയി. അപ്പോൾ അതുകൊണ്ട് ഏതോ ഒരു വൈ എടുത്തപ്പോൾ പ്രീ ഇമേജ് കിട്ടിയെങ്കിൽ കോഡൊമൈൻ സെറ്റിലെ ഏത് വൈ എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവും. അതുകൊണ്ട് ഫൈ ഓഫ് എ ഓൺ ടു ആയി. നോട്ട് ചെയ്തോ? ഫൈ ഓഫ് എ ഓൺ 1 ആയി, ഫൈ ഓഫ് എ ഓൺ 2 ആയി. ഇനി ഫൈ ഓഫ് എ ഹോമോമോർഫിസം എന്ന് ഫൈ ഓഫ് എ അല്ല ഫൈ എ ഓഫ് എക്സ് അല്ലേ. ഫൈ എ ഓൺ 1 ആയി, ഫൈ എ ഓൺ 2 ആയി. ഇനി അടുത്ത് ഫൈ എ ഹോമോമോർഫിസം കൂടിയാണെന്ന് പോയതാണ്. അപ്പോ ഫൈ എ ഓൺ 2 ആയി. അടുത്ത് ഫൈ എ ഹോമോമോർഫിസം എന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്യാം? രണ്ട് എലമെന്റ് എടുക്കാം. ലെറ്റ് എക്സ് കോമ വൈ എലമെന്റ് ഓഫ് ജി. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഫൈ എ അല്ലെ, ഫൈ എ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഫൈ എ എക്സ് ഇൻറ്റു ഫൈ എ വൈ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ലെഫ്റ്റ് സൈഡ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്താലോ? ഫൈ എ എക്സ് വൈ. വാട്ട് ഈസ് ഫൈ എ എക്സ് വൈ? എ എക്സ് വൈ എ ഇൻവേഴ്സ് അല്ലെ, ശരിയല്ലേ? അപ്പൊ എ എക്സ് വൈ എ ഇൻവേഴ്സിനെ ഞാൻ ഇങ്ങനെ എഴുതിയത് ഒരു അസോസിയേറ്റ് വെച്ചിട്ട് എ എക്സ് ഇൻറ്റു വൈ എ ഇൻവേഴ്സ് എന്ന് എഴുതാലോ. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ എ എക്സ് ഇൻറ്റു വൈ എ ഇൻവേഴ്സ്, ഇതിന്റെ ഇടയിൽ ഒരു ഇ എഴുതുന്ന വിരോധമില്ലല്ലോ, ഉണ്ടാവും. ചുമ്മാ ഈ അഡ്ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇനി എ എക്സ് വൈ എ ഇൻവേഴ്സ്, ഈ ഈനെ ഞാൻ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എഴുതുന്നത് കുഴപ്പമുണ്ടോ? അപ്പൊ ഇതിന് നമുക്ക് വീണ്ടും അസോസിയേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? എ എക്സ് എ ഇൻവേഴ്സ് ഇൻറ്റു എ വൈ എ ഇൻവേഴ്സ്. ശരിയാണ്? എ എക്സ് എ ഇൻവേഴ്സ് ഇൻറ്റു എ വൈ എ ഇൻവേഴ്സ്. എ എക്സ് എ ഇൻവേഴ്സ് ഇൻറ്റു എ വൈ വൈ ഇൻവേഴ്സ്. അപ്പൊ എ എക്സ് എ ഇൻവേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈ എ എക്സ്. എ വൈ എ ഇൻവേഴ്സിനെ എന്ത് വിളിക്കുന്നത്? ഫൈ എ വൈ. ഫൈ എ എക്സ് വൈ ഇസ് ഫൈ എ എക്സ് ഇൻറ്റു ഫൈ എ വൈ. Therefore, phi a is a homomorphism. Hence, phi a is an isomorphism. Phi a is an isomorphism from G to G. Phi a is an isomorphism from G to G. Thus, phi is a automorphism. Phi a is an automorphism. Automorphism on G. നോട്ട് ചെയ്തോ?
ഇനിയിപ്പോ ഈ ഡിഫൈൻ ചെയ്ത ഓട്ടോമോർഫിസംസിനെയാണ് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത ഓട്ടോമോർഫിസം. അതിനാണ് ഇന്നർ ഓട്ടോമോർഫിസം ഇൻഡ്യൂസ്ഡ് ബൈ എ എന്ന് പറയുന്നത്. ദിസ് ഓട്ടോമോർഫിസം ഈസ് കോൾഡ് ഇന്നർ ഓട്ടോമോർഫിസം ഇൻഡ്യൂസ്ഡ് ബൈ എ. അതാണ് അടുത്ത ഹെഡിങ്. ഇന്നർ ഓട്ടോമോർഫിസം ഇൻഡ്യൂസ്ഡ് ബൈ എ. സ്മാൾ എ എന്ന ഒരു, ഇവിടെ എ ഫിക്സഡ് ആയിരുന്നില്ലേ, സ്മാൾ എ എന്നൊരു എലമെന്റിനെ ഫിക്സ് ചെയ്തിട്ട് phi ax is equal to ax a inverse എന്ന് ഡിഫൈൻ ചെയ്തത് ഒരു ഓട്ടോമോർഫിസം ആണെന്ന് കണ്ടു. ഈ ഓട്ടോമോർഫിസത്തെയാണ് നമ്മൾ ഇന്നർ ഓട്ടോമോർഫിസം ഇൻഡ്യൂസ്ഡ് ബൈ എ എന്ന് പറയുന്നത്. എന്താണ് ഇന്നർ ഓട്ടോമോർഫിസം ഇൻഡ്യൂസ്ഡ് ബൈ എന്റെ ഡെഫിനിഷൻ? ലെറ്റ് G be a group. And let small a element of G. G ഒരു ഗ്രൂപ്പാണ്, സ്മോൾ എ ജിയിലെ ഒരു എലമെന്റ് ആണ്. Then the function phi ax, phi a defined by ഇപ്പൊ ചെയ്ത കാര്യം phi ax is equal to ax a inverse for all x belongs to G is called the inner automorphisms is called the inner automorphisms of capital G, inner automorphism of capital G induced by an element small a. അപ്പോൾ G ഒരു ഗ്രൂപ്പാണ്, എ ജിയിൽ എലമെന്റ് ആണ്. phi a എന്ന ഫംഗ്ഷൻ ജിയിൽ നിന്ന് ജിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? phi ax is equal to ax a inverse for all x in G is called the inner automorphism of G induced by A. Inner automorphism of G induced by A. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോ ചെയ്ത തിയറമാണ് inner automorphism of G induced by A. അപ്പോൾ let D4, G ക്ക് പകരം D4 be a group, be the group ഞാനിവിടെ ഒരു എലമെന്റ് ഫിക്സ് ചെയ്യാണ് R90, എക്ക് പകരം ജിക്ക് പകരം D4ഉം എക്ക് പകരം R90 ഫിക്സ് ചെയ്തു. ഒരു ഗ്രൂപ്പ് ഫിക്സ് ചെയ്യണം, ആ ഗ്രൂപ്പിലെ ഒരു എലമെന്റിനെ ഫിക്സ് ചെയ്യണം. D4 be the group and R90 be a fixed element. നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്യണേ? നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാ? എന്താ ഡിഫൈൻ ചെയ്യണേ? phi എക്ക് പകരം R90, phi R90 of x is equal to R90 x R90 ഇൻവേഴ്സ്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ R90 ജിക്ക് പകരം D4 എ എന്ന ഫിക്സഡ് എലമെന്റിന് പകരം R90 ഫിക്സ് ചെയ്യും. ഇതെന്താണ്? This is the inner automorphism. അല്ലെ? For all x എവിടത്തതാ? D4 x element of D4.
അപ്പോ ഇവിടുത്തെ എലമെന്റ്സ് എങ്ങനെയാണ് ഇവിടെ R90X ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. R90X അല്ല phi R90X ഡിഫൈൻ ചെയ്യുന്ന R90X R90 ഇൻവേഴ്സ് എന്നാണ്. നമുക്ക് ഓരോരോ എലമെന്റ്സ് ആയിട്ട് എഴുതാം. ഇവിടുത്തെ ഓരോരോ എലമെന്റ്സ് ആയിട്ട് എഴുതാം. ഇവിടുത്തെ ഓരോരോ എലമെന്റ്സ് ആരൊക്കെ വരിക? ഇവിടുത്തെ ഓരോരോ എലമെന്റ്സ് ആരൊക്കെ വരും? ഇവിടുത്തെ ഓരോരോ എലമെന്റ്സ് ആരൊക്കെ വരും? ഫൈ. ഇപ്പൊ ഞാൻ എക്സിന് പകരം ആദ്യം എടുക്കുന്നു. എക്സിന് പകരം ആരൊക്കെ? എക്സ് എന്ന് വെച്ചാൽ D4 എല്ലാ എലമെന്റ്സും ആണല്ലോ. D4 എലമെന്റ്സ് ആരൊക്കെയാ? D4 എലമെന്റ്സ് ആരുടെ? ഇവിടെ D4 എലമെന്റ്സ് ആരടോ? ആ D4 എലമെന്റ്സ് ആരൊക്കെയാ? R0 ഡിഗ്രി റൊട്ടേഷൻ, 90 ഡിഗ്രി റൊട്ടേഷൻ, 180 ഡിഗ്രി റൊട്ടേഷൻ, 270 ഡിഗ്രി റൊട്ടേഷൻ, പിന്നെ ഏത് വെർട്ടിക്കൽ ഈ തന്നെ അടുത്തത് ഹൊറിസോണ്ടൽ അല്ലേ, പിന്നെ ഡയഗണൽ ഫ്ലിപ്സ്. ഇത്രയല്ലേ? ശരി. അപ്പൊ ഇവിടെ എക്സിന് പകരം D4 എലമെന്റ്സ് എടുക്കാമല്ലോ. അപ്പൊ നമുക്ക് ഓരോരോ എലമെന്റ്സ് ആയിട്ട് എടുക്കാം. എക്സിന്റെ പ്ലേസിൽ ബോധടിക്കുന്നുണ്ടോ? when x is equal to R90, when x is equal to R0, then നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? R90 x R90 ഇൻവേഴ്സ് equal to R90 x ന് പകരം R0. R90ന്റെ ഇൻവേഴ്സ് ആരോ? R90ന്റെ ഇൻവേഴ്സ് ആരാ? R270 ആണ്. R90 ഇവിടെ R0 into R90 ഇതെന്താ ഐഡന്റിറ്റി ആവൂലേ? അപ്പൊ R90 into R270 അത് എത്ര? R90 into R270 അത് R0 ആണ് അല്ലേ? ഇത് ചെയ്യാൻ എളുപ്പമാണ്, കാരണം 90 into 70 ആഡ് ചെയ്താൽ 360 വരും. 0 ഡിഗ്രി റൊട്ടേഷൻ ആണ്. 360 ഡിഗ്രി റൊട്ടേഷനും 0 ഡിഗ്രി റൊട്ടേഷനും സെയിം അല്ലേ? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു R90 ആവുമ്പോ അല്ലെ, എക്സ് ഇസ് ഈക്വൽ ടു R0 ആവുമ്പോ അല്ലെ, എക്സ് ഇസ് ഈക്വൽ ടു R0 ആവുമ്പോ അല്ലെ, ഇവിടെ R0 അല്ലേ, എക്സിന് ഒരു R0 കൊടുത്തു. ഇനി എക്സിന് ഒരു R90 തന്നെ കൊടുത്താലോ? then x is equal to R90, then R90 x R90 ഇൻവേഴ്സ് is equal to എന്താവും? R90 എക്സിന്റെ പ്ലേസിൽ എന്താവും? R90 പിന്നെ ആരാ? R90 ഇൻവേഴ്സ്. R90ന്റെ ഇൻവേഴ്സ് ആരാ? R270. ഇവിടെ നോക്കിയേ, R90 R90 R180 R180 into R270. R180 into R270 എന്താ വരിക? R180 into R270 is R 270 370 ആവും അല്ലേ? 370 450. 450നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയുണ്ട്? 450 ആവുമ്പോ 90 വരും. അടുത്ത് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. എക്സ് ഇസ് ഈക്വൽ ടു R270. അപ്പോഴെന്താവുക? R90 x R90 ഇൻവേഴ്സ് ഈക്വൽ ടു R90 എക്സിന് പകരം കൊടുക്കാം R270. R90 ഇൻവേഴ്സ് ആര്? അത് R270 ആണ്. അപ്പൊ R90 270 എത്ര? അല്ലെങ്കിൽ നോക്കിയാൽ മതി, അല്ലാണ്ട് നോക്കിയാ R90 R270 എത്ര? R360 അല്ലേ? R0 അല്ലേ? R0 into R270 അതെന്ത് വരും? R270 വരും. ശരിയായോ? അവിടെ ഞാൻ അത് കൊടുക്കാതെ R180 കൊടുത്തില്ല അല്ലേ? എക്സിന് പകരം R180 കൊടുത്താൽ എന്താവും?
then R90 x ന് പകരം x R90 inverse is equal to ആരാ R90 x ന് പകരം കൊടുത്ത R180 R90 inverse R270 എന്താ കൂടെ R90 R180 കൂടി എത്ര വരിക R270 അല്ലേ R270 540 360 പോയി കഴിഞ്ഞാൽ എത്ര വരും 540 180 വരും R180 അടുത്ത എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കാം h കൊടുക്കാം എക്സിന്റെ വാല്യൂ h കൊടുത്താൽ എന്താ കൂടെ R90 x RH inverse sorry R90 inverse R90 x ന് പകരം h അല്ലേ കൊടുത്തേ R90 ഇൻവേഴ്സ് R270 എന്തിലൂടെ R90 into h എത്ര R90 into h എത്ര ടേബിൾ എടുത്ത് നോക്കി പറയാമോ ആ സമയം കളയണോ R90 into h അല്ലേ R90 into h എന്ന് വെച്ചാൽ d dash ആണ് d dash into R270 d dash into R270 എത്ര d dash into R270 v ആവും അടുത്ത് എക്സിന്റെ പ്ലേസിൽ v കൊടുക്കാം അടുത്ത് എക്സിന്റെ പ്ലേസിൽ v കൊടുത്താൽ then R90 x R90 inverse is equal to R90 x എന്ന് വെച്ചാൽ ആരാണ് v R90 inverse ആരാ R270 ഇനി R90 into v എത്ര R90 into v d ആണ് d into R270 എത്ര h അടുത്ത് x is equal to d dash x ന്റെ പ്ലേസിൽ d dash അല്ലെങ്കിൽ d കൊടുക്കാം അല്ലേ x ന്റെ പ്ലേസിൽ d കൊടുത്താലോ then R90 x R90 inverse എന്താവും R90 x ന് പകരം നമ്മൾ എന്ത് കൊടുക്കും d കൊടുക്കും d into R90 inverse ആരാ R270 is equal to R90 into d R90 into d എന്ന് പറയുന്നത് h ആണ് h into R270 h into R270 എത്രയുടെ d dash അല്ലേ അടുത്ത x is equal to d dash then R90 x R90 inverse x ന് പകരം നമ്മൾ എന്ത് കൊടുത്തു d dash R90 d dash R270 R90 into d dash എത്രയുടെ R90 into d dash v അല്ലേ v into R270 d dash v into അല്ലേ v into R270 d ശരിയാണോ നോക്കിയേ ആ
നമ്മൾ എന്താ എഴുതിയേ? എന്റെ ആക്ഷനാണ് എഴുതിയത്. ആക്ഷൻ ഓഫ് ദ ഇന്നർ ഓട്ടോമോർഫിസംസ് ഓഫ് D4 ഇൻഡ്യൂസ്ഡ് ബൈ R90 അല്ലേ? അപ്പോ ആ D4 എന്ന ഗ്രൂപ്പ് R90 എന്ന എലമെന്റ് ഫിക്സ് ചെയ്തു. ഒരു ഇന്നർ ആട്ടോമോർഫിസം R90X 5R90X എന്ന ഇന്നർ ആട്ടോമോർഫിസം R90 into X into R90 ഇൻവേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തു. D4 എലമെന്റ്സ് നമുക്ക് നല്ല ധാരണയുള്ളവരാണ് നമ്മൾ. ഇനി ഓരോ എലമെന്റ്സും നമ്മൾ ഈ ഐസോമോർഫിസത്തിൽ ഇട്ട് കൊടുത്തു. അപ്പൊ എന്താ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? മുഴുവൻ ആൾക്കാരെയും കിട്ടി ആണോ? ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തിയറം 2.17. Let G be for any group capital G, for any group capital G, the set of all INN of G. INN of G എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ. നമ്മൾ നേരത്തെ ഓട്ടോമോർഫിസംസിന്റെ കളക്ഷനാണ് AUT ഓഫ് G എന്ന് വിളിച്ചത്. AUT ഓഫ് G എന്ന് വിളിച്ചത് സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസംസ് ഓഫ് G. അപ്പോ INN of G, set of all inner automorphisms of G. When G is a group, we use INN of capital G to denote the set of all inner automorphisms. The set of all inner automorphisms. The set of all inner automorphisms of G. ജിയിലുള്ള മുഴുവൻ ഇന്നർ ഓട്ടോമോർഫിസംസിന്റെയും കളക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Set of all inner automorphisms of G. Inner automorphisms of G is the set of all phi A, such that phi A x is equal to AX A inverse for all A belongs to G. എന്ന് വെച്ചാൽ ആര് വരും? ഇപ്പൊ ജിയില് ഇഫ് ജിയിൽ എലമെന്റ്സ് ആരൊക്കെയാണെങ്കിൽ ABC അല്ലെ EABCD ഇങ്ങനെയാണെങ്കിൽ ആരാ? ഇന്നർ ആട്ടോമോർഫിസംസ് ഓഫ് ജിയിൽ സെറ്റ് ഓഫ് ഓൾ ഇന്നർ ആട്ടോമോർഫിസംസ് ഓഫ് ജിയിൽ എലമെന്റ്സ് IE അല്ല phi E, phi A, phi B അങ്ങനെ പോവാ. ജി എലമെന്റ്സ് ഇങ്ങനെയാണെങ്കിൽ set of all inner automorphisms of G is like phi E, phi A, phi B, set of all inner automorphisms. അതായത് എല്ലാ എലമെന്റ്സ് കൊടുത്തിട്ട് എല്ലാ എലമെന്റ്സിന്റെയും ആട്ടോമോർഫിസം, അതായത് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് എന്താണ്ടേ? ഇന്നർ ആട്ടോമോർഫിസംസ് ഇൻഡ്യൂസ്ഡ് ബൈ ദ എലമെന്റ് എ എന്നല്ലേ? ഇന്നർ ആട്ടോമോർഫിസംസ് ഇൻഡ്യൂസ്ഡ് ബൈ ഓൾ എലമെന്റ്സ്. ഇന്നർ ആട്ടോമോർഫിസം ഇൻഡ്യൂസ്ഡ് ബൈ ഓൾ എലമെന്റ്സ് ഈസ് കാൾഡ് സെറ്റ് ഓഫ് ഓൾ ഇന്നർ ആട്ടോമോർഫിസംസ് ഈസ് ഡിനോട്ടഡ് ബൈ INN ഓഫ് G. ഇവിടെ വരുന്ന ഓരോരോ ഫങ്ഷൻസ് ആയിരിക്കും. ഈ ഫങ്ഷൻസും ഫിക്സഡ് ഫങ്ഷൻസ് ആണ്. ആരാണ് ഇവിടുത്തെ ഫങ്ഷൻസ്? എങ്ങനെയായിരിക്കുന്നത്? phi I ഓഫ് X എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? I X phi എന്ന് പറഞ്ഞ ബുദ്ധിമുട്ട്. I എന്ന് പറയുന്നത്
ഒരു ജെ എന്നോ കെ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 5kx. 5kx എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആർബിട്രറി ആയിട്ട് പറഞ്ഞാണ് kx k ഇൻവേഴ്സ്. അപ്പൊ 5 ഈസ് ex e ഇൻവേഴ്സ്, 5a ഈസ് ax a ഇൻവേഴ്സ്, 5b ഈസ് ab അല്ല bx b ഇൻവേഴ്സ്, 5c ഈസ് cx c ഇൻവേഴ്സ്. This is set of all inner automorphisms. 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 ഈ നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ രണ്ടും ഒന്നിച്ച് പറയാൻ വേണ്ടി തന്നെയാണ്. ഓട്ടോമോർഫിസംസിന്റെ കളക്ഷൻ ഗ്രൂപ്പാണ് അല്ലെ. അതുപോലെ ഇന്നർ ഓട്ടോമോർഫിസംസിന്റെ കളക്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും. ഓട്ടോമോർഫിസംസിന്റെ കളക്ഷൻ, ഒരു ഗ്രൂപ്പിലെ ഓട്ടോമോർഫിസംസിന്റെ കളക്ഷൻ അല്ലെ, ഒരു ഗ്രൂപ്പിൽ നിന്ന് അതേ ഗ്രൂപ്പിലേക്ക് നിന്ന് ഐസോമോർഫിസംസിന്റെ കളക്ഷനാണ് ഓട്ടോമോർഫിസംസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അത് ഫംഗ്ഷൻ കോമ്പോസിഷൻ ഓപ്പറേഷനിലെ ഗ്രൂപ്പ് ആയിരിക്കും. അതുപോലെ അടുത്ത തിയറം പറയുന്നത് തിയറം 2.17 പറയുന്നത് set of all inner automorphisms form a group under composition of functions. For any group G, the set of all inner automorphisms, the set of all inner automorphisms അതാണ് I N N G is a group under a operation composition of functions. Group under composition of functions. Inner automorphisms in the collection compositions of functions എന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആയിരിക്കും. പെട്ടെന്ന് തീരും പ്രൂഫ്. എങ്ങനെയാ ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ? ബൈനറി പറയണമല്ലോ. ബൈനറി പറയാൻ വേണ്ടി 2 എലമെന്റ്സ് എടുക്കുക. ലെറ്റ്, അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താ തന്നിട്ടുള്ളേ. നമുക്ക് ഇന്നർ ഓട്ടോമോർഫിസംസിനെ പറ്റി നല്ല ധാരണയുണ്ട്. ആരാണ്? we have INN of G is set of all inner automorphisms of G is the set of all elements of the form phi A such that phi A from G to G by phi AX is equal to AX A inverse is an isomorphism. അപ്പൊ അങ്ങനെ വരുന്ന ഐസോമോർഫിസംസിന്റെ കളക്ഷനെയാണ് ഇന്നർ ഓട്ടോമോർഫിസംസ് ഓഫ് ജി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നർ ഓട്ടോമോർഫിസംസിലെ ഓരോ എലമെന്റ്സും ഓരോ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ബൈനറി പ്രൂവ് ചെയ്യാൻ വേണ്ടി 2 ആൾക്കാരെടുക്കും. ഐസോമോർഫിസം
ഓഫ് ഓൾ എ ഇൻ ജി. ഓരോ എലമെന്റിനും ഓരോ 5a അവിടെ വന്നുകൊണ്ടിരിക്കും. ഓരോ എലമെന്റിനും ഓരോ 5a അവിടെ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഫിക്സഡ് ആണ്. ഇതെല്ലാം ഫിക്സഡ് ആണ്. മീൻസ് ഡെഫിനിഷൻ 5ax is equal to ax a ഇൻവേഴ്സ് ആണ്. 5bx is equal to bx b ഇൻവേഴ്സ്. 5cx is equal to cx c ഇൻവേഴ്സ്. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഫിക്സഡ് എന്ന് പറയുന്നത്. ഇനി ലെറ്റ് നമുക്ക് ബൈനറി പറയാൻ വേണ്ടി രണ്ട് എലമെന്റ്സ് എടുക്കുക. ലെറ്റ് 5a, 5b element of set of all inner automorphisms of G. രണ്ട് ഇന്നർ ആട്ടോമോർഫിസംസ് ആണ് 5a യും 5b. രണ്ട് ഇന്നർ ആട്ടോമോർഫിസംസ് ആണ് 5a യും 5b. ഇനി നമുക്ക് എന്ത് പറയണം? 5a into 5b ഇതിനകത്തുണ്ടെന്ന് പറയണം അല്ലെ. 5a into 5b എങ്ങനെ പറയാം? Then what is 5a 5b 5a 5b of x? ഇതിനകത്ത് ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? അവിടെ ഇതിനകത്ത് പറയുന്ന എലമെന്റ്സുകളൊക്കെ എ എക്സ് എ ഇൻവേഴ്സ്. ഈ ഫംഗ്ഷൻസ് ഒക്കെ ആ ഫോമിൽ ഇരിക്കാം. 5a 5b x എന്ന് പറഞ്ഞാൽ എന്താണ്? 5a കോമ്പോസിഷൻ അല്ലേ? 5a of 5bx. What is 5a of 5bx? 5a of 5bx എന്താ? 5bx bx b ഇൻവേഴ്സ് അല്ലെ. 5bx bx b ഇൻവേഴ്സ്. ഇനി 5a of bx ഇതൊരു സിംഗിൾ y എന്ന് വിചാരിക്കും. അപ്പൊ എന്തായിരിക്കും? 5a y is ay a ഇൻവേഴ്സ്. അപ്പൊ 5a bx b ഇൻവേഴ്സ് is a bx b ഇൻവേഴ്സ് into a ഇൻവേഴ്സ്. ശരിയല്ലേ? ബൈ ഡെഫിനിഷൻ ഓഫ് 5a. ഇനി അവിടെ അസോസിയേറ്റ് എ ബി എക്സ് ഒരുമിച്ചെടുക്കാം. എ ബി ഒരുമിച്ചെടുക്കാം. നോക്കി, എങ്ങനെ പറയാം? ഫൈവ് എ 5b ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എടുത്തിരിക്കുന്നേ? എ ബി എക്സ് എന്താ? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്തെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ. വാട്ട് ഈസ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്? അത് എ ബി ദ ഹോൾ ഇൻവേഴ്സ് അല്ലേ. അപ്പൊ ഇത് ആരടോ? ഇതാര്? എ ബി എക്സ് എ ബി ഇൻവേഴ്സ്. ഇവിടെ എ എക്സ് എ ഇൻവേഴ്സ് ആണ് 5ax. അപ്പൊ എ ബി എക്സ് എ ബി ഇൻവേഴ്സ് ആരാ? 5abx. അപ്പോ 5a 5b of x is 5abx. therefore ആർബിട്രറി എലമെന്റ് എക്സിനാണ് എടുത്തത്. എങ്കിൽ ഏത് എലമെന്റിന് ശരിയാവും? 5a 5b is 5ab. 5a into 5b is 5ab. 5ab എവിടുത്തെ എലമെന്റാ? 5a എവിടുത്തെ എലമെന്റ്? 5 ഓഫ് ഇങ്ങനെ വന്ന എലമെന്റ് എവിടുത്തെ എലമെന്റാ? ഇവിടുത്തെ എലമെന്റ് അല്ലേ. അപ്പോ എവിടെയുണ്ട്? i en set of all inner automorphisms of G ക്കകത്തുണ്ട്. So that is 5a into 5b element of set of all inner automorphisms of G. 5a യും 5b യും inner automorphisms ആണെങ്കിൽ 5a into 5b അതൊരു inner automorphism ആയി. അപ്പോൾ ബൈനറി ആയല്ലോ. ഓപ്പറേഷൻ ബൈനറി ആയല്ലോ. ഇനി അടുത്ത് ഫംഗ്ഷൻ കോമ്പോസിഷൻ അസോസിയേറ്റീവ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഓൾ 5a 5b 5c സഫിക്സ് ആണ്.
in set of all inner automorphisms of G, then we can easily prove phi A, phi B, phi C is equal to phi A, phi B, phi C. ഏത് മൂന്ന് ഇന്ന ഓട്ടോമോർഫിസംസ് എടുത്താലും ഇത് ശരിയാവും, കാരണം ഫംഗ്ഷൻ കോമ്പോസിഷൻ അസോസിയേറ്റീവ് ആണ്. അപ്പൊ അസോസിയേറ്റിവിറ്റി ഹോൾസ് അസോസിയേറ്റീവ് ബൈനറി ട്രൂ ആയി, അസോസിയേറ്റിവിറ്റി ട്രൂ ആയി. ഇനി ആരാ ഐഡന്റിറ്റി എലമെന്റ്? ഐഡന്റിറ്റി എലമെന്റ്? we have phi x, phi element of set of all inner automorphisms of G അല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ടാ ഇന്നർ ആട്ടോമോർഫിസംസിൽ വരുന്ന എലമെന്റ്സുകളൊക്കെ phi a ജിയിൽ നിന്ന് ജിയിലേക്കുള്ള ജിയിലേക്ക് തന്നെയുള്ള ഐസോമോർഫിസംസിന്റെ കളക്ഷൻ ആണ്. എങ്ങനെയുള്ള phi a x then phi a നെ നമ്മൾ എന്തെടുത്ത phi of a അതാരാ? phi of phi a ആയിരിക്കും. Therefore phi e is the identity element in set of all inner automorphisms of G. Set of all inner automorphismസിനകത്ത് ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് വരുന്നത് phi ആയിരിക്കും. ഇനി ഇൻവേഴ്സ് കൂടി പറഞ്ഞാൽ ഓക്കെ ആയി. ആരാ ഇൻവേഴ്സ്? let phi a element of set an inner phi a is an inner automorphism, then phi a there exists phi a inverse, കാരണം നമ്മൾ a ഇൻവേഴ്സിനെ a ഫിക്സ് ചെയ്യുമ്പോഴാണ് ഇന്നർ ആട്ടോമോർഫിസം phi a കിട്ടുന്നത്. a ഇൻവേഴ്സിനെ ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്നർ ആട്ടോമോർഫിസം ഉണ്ടാക്കാമല്ലോ. ഇന്നർ ആട്ടോമോർഫിസം ഓഫ് G such that phi a inverse is equal to phi e is equal to phi a inverse phi a. Thus phi a inverse is the inverse of phi a in set of all inner automorphisms of G. Hence set of all inner automorphisms of G is a group under function composition. ഇവിടെയുള്ള എലമെന്റ്സിനെ പറ്റി നല്ല ധാരണ വേണം. ഫംഗ്ഷൻസ് ആണ്, അതുകൊണ്ടാണ് ഫംഗ്ഷൻ കോമ്പോസിഷൻസ്